12:24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ദീപത്തിൻ്റെ സംരക്ഷണം സ്വയം തന്നെ ചെയ്യണം. കൊടുങ്കാറ്റുകളിൽ നിന്നും സുരക്ഷിതരാകുന്നതിനു വേണ്ടി ജ്ഞാനയോഗത്തിൻ്റെ നെയ്യ് തീർച്ചയായും ആവശ്യമാണ്. ചോദ്യം: ഏതൊരു പുരുഷാർത്ഥം ഗുപ്തമായ ബാബയിൽ നിന്നും ഗുപ്തമായ സമ്പത്ത് നേടിത്തരുന്നു? ഉത്തരം: അന്തർമുഖമായി, അതായത് മൗനമായിരുന്ന് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഗുപ്തമായി സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. ഓർമ്മയിലിരിക്കുമ്പോഴാണ് ശരീരം വെടിയുന്നതെങ്കിൽ വളരെ നല്ലത്. ഇതിൽ ഒരു പ്രയാസവും ഇല്ല. ഓർമ്മയോടൊപ്പം ജ്ഞാനയോഗത്തിൻ്റെ സർവീസും ചെയ്യണം. അഥവാ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കർമ്മണ സേവനം ചെയ്യൂ. വളരെ പേർക്ക് സുഖം നൽകുമെങ്കിൽ ആശീർവാദം ലഭിക്കും. പെരുമാറ്റവും സംസാര രീതിയും വളരെ സാത്വികം ആയിരിക്കണം. ഗീതം. നിർബലനോട് ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗീതം കേൾക്കുമ്പോൾ ഓരോരുത്തരും സ്വയം തന്നെ വിചാരസാഗരമഥനം ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾക്കറിയാം, മനുഷ്യൻ മരിക്കുമ്പോൾ 12 ദിവസം ദീപം തെളിക്കുന്നു. നിങ്ങൾ പിന്നെ മരിക്കുന്നതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്ത് സ്വയമേ തൻ്റെ ജ്യോതി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്യുന്നത് മാലയിൽ വരുന്നവർ തന്നെയാണ്. പ്രജകൾ ഈ മാലയിൽ വരുന്നില്ല. വിജയമാലയിൽ നമ്മൾ ആദ്യം പോകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. മായയാകുന്ന പൂച്ച കൊടുങ്കാറ്റ് വീശി ദീപം അണഞ്ഞു പോകും വിധത്തിൽ വികർമ്മം ഉണ്ടാക്കാതിരിക്കണം. ഇപ്പോൾ ഇതിൽ ജ്ഞാനവും യോഗവും 2 ബലവും വേണം. യോഗത്തോടൊപ്പം ജ്ഞാനവും ആവശ്യമാണ്. ഓരോരുത്തരും തൻ്റെ ദീപത്തെ സംരക്ഷിക്കണം. അവസാനം വരെയും പുരുഷാർത്ഥം നടക്കുക തന്നെ വേണം. റേസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ജ്യോതി മങ്ങുകയോ അണയുകയോ ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി. അതിനാൽ യോഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നെയ്യ് ദിവസവും ഒഴിക്കേണ്ടി വരുന്നു. യോഗബലത്തിൻ്റെ ശക്തിയില്ലെങ്കിൽ ഓടാൻ സാധിക്കില്ല. പിന്നിൽ അവശേഷിക്കുന്നു. സ്കൂളിൽ സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ ഇന്ന സബ്ജക്റ്റിൽ ഷാർപ്പല്ലെങ്കിൽ കണക്കിൽ ഊന്നൽ നൽകുന്നു എന്ന് കാണുന്നു. ഇവിടെയും അങ്ങനെയാണ്. സ്ഥൂലമായ സർവീസിൻ്റെ സബ്ജക്റ്റും വളരെ നല്ലതാണ്. വളരെ പേരുടെ ആശീർവാദം ലഭിക്കുന്നു. ചില കുട്ടികൾ ജ്ഞാനത്തിൻ്റെ സർവീസ് ചെയ്യുന്നു. ദിനം പ്രതിദിനം സർവീസിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ധനികന് 6-8 കടകളും ഉണ്ടായിരിക്കും. എല്ലാം ഒന്നുപോലെ നടക്കുന്നില്ല. ചിലതിൽ ഉപഭോക്താക്കൾ കുറവായിരിക്കും, ചിലതിൽ കൂടുതലായിരിക്കും. നിങ്ങൾക്കും രാത്രിയിൽ പോലും ഒഴിവു സമയം ലഭിക്കാത്ത ഒരു ദിവസം വരാൻ പോകുന്നു. എല്ലാവർക്കും മനസ്സിലാകും, ജ്ഞാനസാഗരമായ ബാബ വന്നിരിക്കുകയാണ്. അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നതിനു വേണ്ടി. പിന്നെ ധാരാളം കുട്ടികൾ വരും. കാര്യം ചോദിക്കുകയേ വേണ്ട. ഇവിടെ ഇന്ന വസ്തു വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു എന്ന് പരസ്പരം കേൾപ്പിക്കാറുണ്ടല്ലോ. കുട്ടികളായി നിങ്ങളും അറിയുന്നുണ്ട്, ഈ രാജയോഗത്തിൻ്റെ ശിക്ഷണം വളരെ സഹജമാണ്. എല്ലാവരും ഈ ജ്ഞാനരത്നങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും സർവീസ് ചെയ്യുന്നു. ഈ ജ്ഞാനയോഗത്തിൻ്റെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കർമ്മണ സർവീസിനും മാർക്സ് ഉണ്ട്. എല്ലാവരുടെയും ആശീർവാദം ലഭിക്കും. അന്യോന്യം സുഖം നൽകേണ്ടതുണ്ട്. ഇതാണെങ്കിൽ വളരെയധികം വിലക്കുറവുള്ള ഖനിയാണ്. ഇത് അവിനാശി
വജ്രവൈഡൂര്യങ്ങളുടെ ഖനിയാണ്. അഷ്ടരത്നങ്ങളുടെ മാല ഉണ്ടാക്കാറുണ്ടല്ലോ, പൂജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാല ആരുടേതാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. എങ്ങനെയാണ് നമ്മൾ തന്നെ പൂജ്യനും പൂജാരിയുമാകുന്നു എന്നത് നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്. ഇത് വളരെ വണ്ടർഫുൾ നോളജാണ്. അത് ലോകത്തിൽ ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ലക്കി സ്റ്റാർസായ കുട്ടികൾക്ക് തന്നെയാണ് നിശ്ചയമുള്ളത്. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു, ഇപ്പോൾ നരകത്തിൻ്റെ അധികാരിയായിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അധികാരി ആയിരിക്കുമ്പോൾ പുനർജന്മവും അവിടെ തന്നെ എടുക്കും. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണർക്ക് തന്നെയാണ് ഈ സംഗമയുഗത്തെക്കുറിച്ച് അറിയാവുന്നത്. മറുഭാഗത്ത് മുഴുവൻ ലോകവും കലിയുഗത്തിലാണ്. വ്യത്യസ്ത യുഗങ്ങളാണല്ലോ. സത്യയുഗത്തിലായിരിക്കുമ്പോൾ പുനർജന്മം സത്യയുഗത്തിൽ എടുക്കും. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. നിങ്ങളിലുള്ള ആരെങ്കിലും ശരീരം വെടിയുകയാണെങ്കിൽ സംസ്കാരങ്ങൾ അനുസരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്ന് ജന്മമെടുക്കും. നിങ്ങൾ ബ്രാഹ്മണർ സംഗമയുഗത്തിലേതാണ്, അവർ ശൂദ്രരാണ് കലിയുഗത്തിലേത്. ഈ നോളജും നിങ്ങൾക്ക് ഈ സംഗമത്തിലാണ് ലഭിക്കുന്നത്. ജ്ഞാനഗംഗകളായ നിങ്ങൾ BKs പ്രാക്ടിക്കലിൽ ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റേസ് ചെയ്യേണ്ടതുണ്ട്, കട സംരക്ഷിക്കേണ്ടതുണ്ട്. ജ്ഞാനയോഗത്തിൻ്റെ ധാരണ ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ കട സംരക്ഷിക്കാനും സാധിക്കില്ല. സർവീസിൻ്റെ ഫലം നൽകുന്നവനാണ് ബാബ. യജ്ഞം രചിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള ബ്രാഹ്മണർ വരുന്നു. പിന്നെ ചിലർക്ക് ദക്ഷിണ കൂടുതലും ചിലർക്ക് കുറവും ലഭിക്കുന്നു. ഇപ്പോൾ പരംപിത പരമാത്മാവ് രുദ്രജ്ഞാനയജ്ഞം രചിച്ചിരിക്കുന്നു. നമ്മൾ ബ്രാഹ്മണരാണ്. നമ്മുടെ തൊഴിൽ തന്നെ മനുഷ്യനെ ദേവതയാക്കുക എന്നതാണ്. നമ്മൾ ഈ യജ്ഞത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവത ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും പറയും വിധം ഇതുപോലൊരു യജ്ഞം മറ്റൊന്നില്ല. ഇപ്പോൾ ഇതിനെ രുദ്രജ്ഞാനയജ്ഞം അഥവാ പാഠശാല എന്നും പറയുന്നു. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും ഓരോ കുട്ടിക്കും ദേവീ ദേവത പദവി നേടുവാൻ സാധിക്കുന്നു. ബാബ നിർദ്ദേശവും നൽകുന്നു. നിങ്ങൾ പരംധാമത്തിൽ നിന്നും ബാബയോടൊപ്പം വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയും, നമ്മൾ പരംധാം നിവാസിയാണ്. ഈ സമയത്ത് ബാബയുടെ മതത്തിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് സ്ഥാപന ചെയ്യുമോ അവർ തന്നെ തീർച്ചയായും അധികാരിയാകും. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ ലോകത്തിൽ നമ്മൾ മോസ്റ്റ് ലക്കിയസ്റ്റായ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും ജ്ഞാന നക്ഷത്രങ്ങളാണ്. ആക്കി മാറ്റുന്നവൻ ജ്ഞാനസാഗരമാണ്. ആ സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളാണെങ്കിൽ സ്ഥൂലത്തിലുണ്ടല്ലോ, അതുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നു. നമ്മളും പിന്നെ ജ്ഞാനസൂര്യനും ജ്ഞാനചന്ദ്രനും ജ്ഞാന നക്ഷത്രങ്ങളും ആകും. നമ്മളെ ഇങ്ങനെ ആക്കുന്നവൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. പേര് ഉണ്ടാകുമല്ലോ. ജ്ഞാനസൂര്യൻ്റെ അഥവാ ജ്ഞാനസാഗരത്തിൻ്റെ കുട്ടികളാണ് നമ്മൾ. ആ ഒന്ന് ഇവിടെ വസിക്കുന്നവനല്ല. ബാബ പറയുന്നു, ഞാൻ വരുന്നു, നിങ്ങളെ തനിക്ക് സമാനമാക്കുന്നു. ജ്ഞാനസൂര്യനും ജ്ഞാന നക്ഷത്രവും നിങ്ങൾക്ക് ഇവിടെ ആകണം. നിങ്ങൾ അറിയുന്നുണ്ട്, തീർച്ചയായും നമ്മൾ ഭാവിയിൽ വീണ്ടും ഇവിടെ തന്നെ സ്വർഗത്തിൻ്റെ അധികാരിയാകും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. നമ്മൾ മായയുടെ മേൽ ജയം നേടുന്നതിനുള്ള വാരിയേഴ്സാണ്. അവരാകട്ടെ മനസ്സിനെ വശത്താക്കുന്നതിന് വേണ്ടി എത്ര ഹഠവും മറ്റും ചെയ്യുന്നു. നിങ്ങൾക്കാകട്ടെ ഹഠയോഗവും മറ്റും ചെയ്യാനാകില്ല. ബാബ പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നും ചെയ്യേണ്ടതില്ല. കേവലം പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ അരികിൽ വരേണ്ടതുണ്ട്. അതിനാൽ എന്നെ ഓർമ്മിക്കൂ. ഞാൻ കുട്ടികളായ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു.
ഇങ്ങനെ ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല. സ്വയം തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പോലും സ്വയം ഗൈഡാണ് എന്ന് പറയാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ മുഖ്യമായി വഴികാട്ടി കാലന്മാരുടെയും കാലനാണ്. സത്യവാൻ സാവിത്രിയുടെ ഒരു കഥയുണ്ടല്ലോ. അവരുടേത് ശാരീരിക സ്നേഹമായത് കാരണം ദുഃഖിതരാകുമായിരുന്നു. നിങ്ങളാണെങ്കിൽ സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. നമ്മുടെ ബാബ സ്വീറ്റ് ഹോമിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. അതിനെ മുക്തിധാമം, നിർവാണധാമം എന്ന് പറയുന്നു. ഞാൻ എല്ലാ കാലന്മാരുടെയും കാലനാണ് എന്ന് പറയുന്നു. അതാണെങ്കിൽ ഒരാത്മാവിനെ കൊണ്ടുപോകുന്നു. ഞാൻ എത്ര വലിയ കാലനാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഗൈഡായി എല്ലാവരെയും കൊണ്ടുപോയിരുന്നു. പ്രിയതമൻ പ്രിയതമകളെ തിരികെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവിടെ വരും എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ആദ്യം സ്വീറ്റ് ഹോമിലേക്ക് പോകും, പിന്നെ താഴെ വരും. കുട്ടികളായി നിങ്ങൾ സ്വർഗത്തിലെ നക്ഷത്രങ്ങളാണ്. മുൻപ് നരകത്തിലേതായിരുന്നു. നക്ഷത്രങ്ങൾ എന്ന് കുട്ടികളെയാണ് പറയുന്നത്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ലക്കി നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് ദാദായുടെ ധനസമ്പത്ത് ലഭിക്കുന്നു. ഖനി വളരെ ശക്തമായതാണ്. ഈ ഖനി ഒരേ ഒരു തവണയേ വരികയുള്ളൂ. ആ ഖനികളാണെങ്കിൽ ധാരാളമുണ്ടല്ലോ, പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഇരുന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഇതാകട്ടെ ഒരേ ഒരു തവണ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഒരേ ഒരു ഖനിയാണ് ലഭിക്കുന്നത്. ആ പുസ്തകങ്ങളാണെങ്കിൽ ധാരാളമുണ്ട്. എന്നാൽ അതിനെ രത്നം എന്ന് പറയില്ല. ബാബയെ ജ്ഞാനസാഗരം എന്ന് പറയുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ നിരാകാരി ഖനിയാണ്. ഈ രത്നങ്ങളിലൂടെ നമ്മൾ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ഓരോരുത്തർക്കും ലഹരിയും ഉണ്ടാകുന്നു. കടയിൽ കച്ചവടം കൂടുതൽ നടക്കുമ്പോൾ പ്രസിദ്ധിയും ഉണ്ടാകുന്നു. ഇവിടെ പ്രജകളെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അവകാശികളെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും രത്നങ്ങളുടെ സഞ്ചി നിറച്ച ശേഷം പോയി ദാനം നൽകണം. പരംപിത പരമാത്മാവ് തന്നെയാണ് ജ്ഞാനസാഗരം. ആ ഒന്ന് ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നു. രത്നങ്ങളുടെ താലം നിറച്ച് ദേവതമാർക്ക് നൽകുന്നതായി കാണിക്കുന്ന ആ സമുദ്രമല്ല. ആ സാഗരത്തിൽ നിന്നും രത്നം ലഭിക്കുന്നില്ല. ഇത് ജ്ഞാനരത്നങ്ങളുടെ കാര്യമാണ്. ഡ്രാമയനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് രത്നങ്ങളുടെ ഖനികളും ലഭിക്കുന്നു. അവിടെ അനേകം വജ്രവൈഢൂര്യങ്ങൾ ഉണ്ടാകും. അതിലൂടെ പിന്നീട് ഭക്തിമാർഗത്തിൽ ക്ഷേത്രവും മറ്റും നിർമ്മിക്കും. എർത്ത്ക്വേക്കും മറ്റും ഉണ്ടാകുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് പോകുന്നു. അവിടെ കൊട്ടാരങ്ങളും മറ്റും ധാരാളം നിർമ്മിക്കപ്പെടുന്നു. ഒന്നല്ല, ഇവിടെയും രാജാക്കന്മാരുടെ വളരെയധികം കോമ്പറ്റീഷനുണ്ട്. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട് എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പത്തിൽ കെട്ടിടം ഉണ്ടാക്കിയിരുന്നത്, കൃത്യമായി വീണ്ടും അതേപോലെ ഉണ്ടാക്കും. അവിടെയാണെങ്കിൽ വളരെ സഹജമായി കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കപ്പെടുന്നുണ്ടാകും. സയൻസ് വളരെയധികം പ്രയോജനം നൽകുന്നു. എന്നാൽ അവിടെ സയൻസ് എന്ന വാക്ക് ഉണ്ടാകില്ല. സയൻസിനെ ഹിന്ദിയിൽ വിജ്ഞാനം എന്ന് പറയുന്നു. ഇക്കാലത്ത് വിജ്ഞാന ഭവൻ എന്ന പേര് വയ്ക്കപ്പെടുന്നു. വിജ്ഞാനം എന്ന വാക്ക് ജ്ഞാനം എന്ന വാക്കിനോടും ചേരുന്നു. ജ്ഞാനത്തെയും യോഗത്തെയും വിജ്ഞാനം എന്ന് പറയും. ജ്ഞാനത്തിലൂടെ രത്നം ലഭിക്കുന്നു. യോഗത്തിലൂടെ നമ്മൾ എവർ ഹെൽത്തി ആകുന്നു. ഇത് ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും നോളജാണ്. അതിലൂടെ പിന്നെ വൈകുണ്ഠത്തിലെ വലിയ വലിയ ഭവനങ്ങൾ നിർമ്മിക്കപ്പെടും. നമ്മളിപ്പോൾ ഈ മുഴുവൻ നോളജും അറിയുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ ദേഹത്തോട് ഒരു മമത്വവുമില്ല. നമ്മൾ ആത്മാക്കൾ ഈ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോയി പുതിയ ശരീരമെടുക്കും. അവിടെയും ഒരു പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയതെടുക്കും എന്നത് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ദുഃഖമോ ശോകമോ ഉണ്ടായിരിക്കില്ല. പുതിയ ശരീരം എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. എങ്ങനെ കഴിഞ്ഞ കൽപ്പത്തിൽ ആയിരുന്നുവോ അതേപോലെ ബാബ നമ്മളെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ കൽപ്പത്തിലും അനേകം ധർമ്മങ്ങളുണ്ടായിരുന്നു. ഗീതയിൽ ഇതൊന്നുമില്ല. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബ്രഹ്മാവിലൂടെ എന്ന് പാടപ്പെടുന്നു. അനേകം ധർമ്മങ്ങളുടെ വിനാശം എങ്ങനെ ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ വന്നിരുന്നത് തന്നെ ദേവീദേവതാ ധർമ്മം ലോപിച്ചപ്പോഴായിരുന്നു. പിന്നെ പരമ്പരയായി എങ്ങനെ തുടർന്നു വരും? ഇത് വളരെ സഹജമായ കാര്യങ്ങളാണ്. വിനാശം ഏതിൻ്റേതാണുണ്ടായത്? അനേകം ധർമ്മങ്ങളുടെ. ഇപ്പോൾ അനേകം ധർമ്മമുണ്ടല്ലോ. ഈ സമയം അന്തിമമാണ്. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ശിവ് ബാബ മാത്രമാണ് മനസ്സിലാക്കിക്കുന്നത് എന്നല്ല. ഈ ബാബ ഒന്നും പറയുന്നില്ല എന്നാണോ? ഇദ്ദേഹത്തിനും പാർട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ ശ്രീമത്തും പാടപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ ശ്രീമത്ത് എന്ന് പറയുന്നില്ല. അവിടെ എല്ലാവരും ശ്രീയാണ്. അവർക്ക് മതത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ ബ്രഹ്മാവിൻ്റെയും മതം ലഭിക്കുന്നു. അവിടെയാണെങ്കിൽ യഥാ രാജാറാണി തഥാ പ്രജ, എല്ലാവരുടേതും ശ്രേഷ്ഠ മതമാണ്. തീർച്ചയായും ആരെങ്കിലും നൽകിയിട്ടുണ്ടാകും. ദേവതന്മാരാണ് ശ്രീമത് സ്വീകരിച്ചവർ. ശ്രീമത്തിലൂടെ തന്നെയാണ് സ്വർഗം ഉണ്ടാകുന്നത്. ആസുരീയ മതത്തിലൂടെ നരകമുണ്ടായി. ശ്രീമത് ശിവന്റേതാണ്. ഈ എല്ലാ കാര്യങ്ങളും സഹജമായി മനസ്സിലാക്കേണ്ടവയാണ്. ഇതെല്ലാം ശിവ് ബാബയുടെ കടകളാണ്. കുട്ടികളായ നമ്മൾ നടത്തിക്കുന്നവരാണ്. ആരാണോ നന്നായി കട നടത്തിക്കുന്നത് അവരുടെ പേരുണ്ടാകുന്നു. കൃത്യമായി വ്യാപാരത്തിൽ നടക്കുന്നത് പോലെ. എന്നാൽ ഈ വ്യാപാരം വിരളം പേരെ ചെയ്യുകയുള്ളൂ. വ്യാപാരം എല്ലാവരും ചെയ്യണം. ചെറിയ കുട്ടികൾക്കും ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും വ്യാപാരം ചെയ്യാൻ സാധിക്കും. ശാന്തിധാമവും സുഖധാമവും ഇത്രമാത്രം. ബുദ്ധി കൊണ്ട് അതിനെ ഓർമ്മിക്കണം. അവർ രാമരാമ എന്ന് പറയുന്നു. ഇവിടെ നിശബ്ദമായി ഓർമ്മിക്കണം. ഒന്നും പറയേണ്ടതില്ല. ശിവപുരി, വിഷ്ണുപുരി വളരെ സഹജമായ കാര്യമാണ്. സ്വീറ്റ് ഹോമിൻ്റെയും സ്വീറ്റ് രാജധാനിയുടെയും ഓർമ്മയുണ്ട്. അവർ സ്ഥൂല മന്ത്രം നൽകുന്നു. ഇത് സൂക്ഷ്മ മന്ത്രമാണ്. അതിസൂക്ഷ്മമായ ഓർമ്മയാണ്. കേവലം ഇത് ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഒന്നും ജപിക്കേണ്ടതില്ല, കേവലം ഓർമ്മിക്കണം. ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഗുപ്തമായി ബാബയിൽ നിന്നും ഗുപ്തമായി സമ്പത്ത് നിശബ്ദമായിരിക്കുന്നതിലൂടെ അന്തർമുഖമാകുന്നതിലൂടെ നമ്മൾ നേടുന്നു. ഈ ഓർമ്മയിൽ തന്നെ ഇരുന്നുകൊണ്ട് ശരീരം വെടിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു പ്രയാസവുമില്ല. ആർക്ക് ഓർമ്മ നിലനിൽക്കുന്നില്ലയോ അവർ തൻ്റെ അഭ്യാസം ചെയ്യണം. എല്ലാവരോടും പറയൂ, ബാബ പറഞ്ഞിരിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ അന്തമതി സോഗതി. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ഞാൻ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യും. ബുദ്ധിയോഗം ശിവ് ബാബയുമായി യോജിപ്പിക്കുന്നത് വളരെ സഹജമാണ്. മുഴുവൻ പഥ്യവും ഇവിടെ തന്നെ ചെയ്യേണ്ടതുണ്ട്. സദോ പ്രധാനം ആവുകയാണ്. അപ്പോൾ എല്ലാം സാത്വികം ആയിരിക്കേണ്ടതാണ്. പെരുമാറ്റം സാത്വികം, സംസാരം സാത്വികം. ഇതാണ് സ്വയം തന്നോട് സംസാരിക്കുക എന്നത്. കൂട്ടുകാരനോട് സ്നേഹത്തോടെ സംസാരിക്കണം. പ്രിയതമ, സദാ
അമൂല്യമായത് പറയൂ എന്ന് ഗീതത്തിലും ഉണ്ടല്ലോ. നിങ്ങൾ റൂപ് ബസന്താണ്, ആത്മാവ് റൂപ്പാകുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ്. അപ്പോൾ തീർച്ചയായും വന്ന് ജ്ഞാനം തന്നെ കേൾപ്പിക്കും. പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ വന്ന് ശരീരം ധാരണ ചെയ്യുന്നു. ഇത് നിസ്സാര ജാലവിദ്യയൊന്നുമല്ല. ബാബയും റൂപ് ബസന്താണ്. എന്നാൽ നിരാകാരന് സംസാരിക്കാൻ സാധിക്കില്ല. അതിനാൽ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒന്ന് പുനർജന്മത്തിൽ വരുന്നില്ല. ആത്മാക്കളാണെങ്കിൽ പുനർജന്മത്തിൽ വരുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയുടെ മേൽ ബലിയർപ്പണമാകുന്നു. അപ്പോൾ ബാബ പറയുന്നു, പിന്നെ മമത്വം വയ്ക്കാൻ പാടില്ല. ഒന്നും തൻ്റേതായി മനസ്സിലാക്കരുത്. മമത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബാബ യുക്തി രചിക്കുന്നത്. ഓരോ ചുവടിലും ബാബയോട് ചോദിക്കേണ്ടി വരുന്നു. മായ ഇങ്ങനെയാണ്, അത് ചമ്മട്ടി കൊണ്ടടിക്കുന്നു. പൂർണ്ണമായും ബോക്സിംഗ് ആണ്. ധാരാളം പേർ മുറിവേറ്റ ശേഷം പിന്നെ എഴുന്നേൽക്കുന്നു. ഇങ്ങനെ എഴുതുകയും ചെയ്യുന്നു. ബാബ മായ അടിച്ചു, മുഖം കറുപ്പിച്ചു, 4 നിലയിൽ നിന്നും വീണതുപോലെയാണ്. ക്രോധിച്ചുവെങ്കിൽ 3rd ഫ്ലോറിൽ നിന്നും വീണു. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, കുട്ടികൾ ടേപ്പിന് വേണ്ടിയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാബ ടേപ്പ് അയക്കൂ, നമ്മൾ ആക്യുറേറ്റായി മുരളി കേൾക്കട്ടെ. ഇതിൻ്റെയും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പേർ കേൾക്കും. അപ്പോൾ വളരെ പേരുടെ കവാടം തുറക്കും. വളരെ പേരുടെ മംഗളമുണ്ടാകും. മനുഷ്യൻ കോളേജ് തുറക്കുമ്പോൾ അവർക്ക് അടുത്ത ജന്മത്തിൽ കൂടുതൽ വിദ്യ ലഭിക്കുന്നു. ബാബയും പറയുന്നു, ടേപ്പ് മെഷീൻ വാങ്ങിക്കൂ. അപ്പോൾ വളരെ പേരുടെ മംഗളം ഉണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദോപ്രധാനം ആകുന്നതിനായി വളരെ വളരെ പഥ്യത്തോടെ നടക്കണം. തൻ്റെ ആഹാരപാനീയങ്ങളും സംസാര രീതികളും എല്ലാം സാത്വികമാക്കി വയ്ക്കണം. ബാബയ്ക്ക് സമാനം രൂപ് ബസന്ത് ആകണം. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ നിരാകാരി ഖനിയിൽ നിന്നും തൻ്റെ സഞ്ചി നിറച്ച് അപാര സന്തോഷത്തിലിരിക്കണം. മറ്റുള്ളവർക്കും ഈ രത്നങ്ങളുടെ ദാനം നൽകണം. വരദാനം: നഷ്ടോമോഹയായി ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും പേരും അടയാളവും സമാപ്തമാക്കുന്ന സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. ആരാണോ സദാ ഒന്നിൻ്റെ സ്മൃതിയിലിരിക്കുന്നത് അവരുടെ സ്ഥിതി ഏകരസമാകുന്നു. ഏകരസസ്ഥിതിയുടെ അർത്ഥമാണ് ഒന്നിലൂടെ സർവസംബന്ധങ്ങളുടെയും സർവപ്രാപ്തികളുടെയും രസം അനുഭവിക്കുക. ആരാണോ ബാബയെ സർവസംബന്ധങ്ങളിലൂടെ തൻ്റേതാക്കി മാറ്റി സ്മൃതി സ്വരൂപമായിരിക്കുന്നത് അവർ സഹജമായി തന്നെ നഷ്ടോമോഹ ആകുന്നു. ആരാണോ നഷ്ടോമോഹ അവർക്ക് ഒരിക്കലും സമ്പാദിക്കുന്നതിലോ ധനം സൂക്ഷിക്കുന്നതിലോ ആരുടെയെങ്കിലും രോഗാവസ്ഥ ഉണ്ടാകുന്നതിലോ ദുഃഖത്തിൻ്റെ അലകൾ വരിക സാധ്യമല്ല. നഷ്ടോമോഹ എന്നാൽ ദുഃഖ അശാന്തിയുടെ പേരോ അടയാളമോ ഇല്ലാതിരിക്കുക. സദാ നിശ്ചിന്തം. സ്ലോഗൻ: ആരാണോ ദയാഹൃദയരായി സർവർക്കും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ക്ഷമാശീലർ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തക സിംഹാസനത്തിൽ തിളങ്ങുന്ന തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. സങ്കൽപ്പിക്കൂ, ഞാൻ പവിത്ര സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും
വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ വിദേഹിയായി പരമധാമത്തിൽ എത്തിച്ചേരുന്നു. പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൽ ഞാൻ എൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പവിത്ര കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നു. എന്നിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പരമാത്മാ പവിത്രതയുടെ ശക്തി ആത്മാവിലെ രാജസികവും താമസികവുമായ സംസ്കാരങ്ങളെ സമാപ്തമാക്കുന്നു. ഞാൻ എൻ്റെ അനാദി സദോഗുണി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥ നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ ദേഹമാകുന്ന രഥത്തിൽ അവതരിക്കുന്നു.